വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-28 മുതൽ. അത്തിവൃക്ഷത്തിൽ നിന്നും ഒരു പാഠം പഠിക്കുക. അതിന് ഇളങ്കൊമ്പുകൾ ഉണ്ടായി ഇലകൾ തളർക്കുമ്പോൾ വേനൽക്കാലമായി നിങ്ങൾ അറിയുന്നു. അവസാനത്തിന്റെ ഇവയെല്ലാം സംഭവിക്കുന്നു നിങ്ങൾ കാണുമ്പോൾ അന്ത്യം വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുവോളം ഈ തലമുറ കടന്നുപോകുകയില്ല. ആകാശവും ഭൂമിയും നശിച്ചു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ നിലനിൽക്കും. എന്നാൽ ആ നാളോ നാഴികയോ ആരും അറിയുന്നില്ല. പിതാവല്ലാതെ സ്വർഗത്തിലെ മാലാഖമാരോ പുത്രൻ പോലുമോ അറിയുന്നില്ല. ആ സമയം എപ്പോൾ വരുമെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ സൂക്ഷ്മതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വീട് വിട്ട് ദൂരദേശത്തേക്ക് പോയ ഒരുവൻ തന്റെ ദാസന്മാർക്ക് അവിടെ ചുമതലയും കാവൽക്കാരനെ ഉണർന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകിയതുപോലെ ആണിത്. ആകയാൽ ഉണർന്നിരിക്കുക. ഗ്രഹനാഥൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കൊഴുകുമ്പോഴോ രാവിലെയോ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുതല്ലോ. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരോടുമായിട്ടാണ്. നിങ്ങൾ ഉണർന്നിരിക്കുകയും. ശ്രീമായ്ക്ക് ശേഷമുള്ള 1-ാം ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ കുരിശുകൾ വരുന്ന വഴി, കുരിശെടുത്തുകൊണ്ട് പോകുന്ന വഴി ഇത് പഠിക്കാൻ വേണ്ടി കർത്താവിന്റെ വരവിനുമായി ഒരുങ്ങിയിരിക്കുന്ന ആ കുരിശിന്റെ അനുഭവം ഉറക്കിളച്ച് ഉണർന്നിരുന്ന് ധർമ്മങ്ങളെല്ലാം നിർവഹിക്കാനുള്ള ബന്ധപ്പാടൊരു കുരിശാണ്. എന്നാൽ നമ്മൾ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒറ്റപ്പെടുക, ഒളിഞ്ഞിരിക്കുക, മറഞ്ഞിരിക്കുക, ഒറ്റയ്ക്ക് പോകേണ്ടി വരിക, അതും കുരിശിന്റെ ഒരു വഴിയാണ്. അത് പഠിക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ചില വാക്യങ്ങളോട് വായിക്കുന്നു. അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചുകൊണ്ട് യഹൂദയിൽ സഞ്ചരിക്കുവാൻ അവനെ മനസ്സിലായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണുന്നതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോവുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അതിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ നാമം ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പഴിക്കുവാൻ ലോകത്തിന് കഴിയുന്നതല്ല. എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. നിങ്ങൾ പെരുന്നാളിന് പോകുകയും എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പൊ പോകുന്നില്ല. അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലായിൽ തന്നെ വാർത്തു. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടില്ല, രഹസ്യമായി തന്നെ പെരുന്നാളിന് പോയി. കർത്താവിന് ഒരു ദിവസം വന്ന കുരിശുകൾ ഈ 2 വേദഭാഗങ്ങളിലുണ്ട്. അത് ദൈവാത്മ വെളിപ്പെടുത്തരാൻ ഈ ആരാധന ഉതകട്ടെ. നമ്മുടെ പാപവും അശുദ്ധിയും ബലഹീനതകളും അന്ധതകളും മൂഢതകളും മനസാക്ഷിയുടെ അശുദ്ധികളും മാറിയാൽ മാത്രമേ ഈ വചനത്തിന്റെ പൊരുൾ ഗ്രഹിച്ച് കുരിശിന്റെ അർത്ഥം മനസ്സിലായി ഉയർപ്പിനെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തി മനസാക്ഷിയെ തെളിയിച്ച് സുബോധത്തോടെ ഉണർവോടെ കുരിശെടുത്ത് ഇടം പ്രാപിപ്പാൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയുവാനും മറക്കേണ്ട കാര്യം മറക്കുവാനും ഒറ്റപ്പെടുന്നതിന്റെ ആവശ്യം ബോധ്യമാകുവാനും ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ശേഷമുള്ള 1-ാം ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനെന്ന് പറയാം. സെപ്റ്റംബർ മാസം 14-ാം തീയതി നടന്ന തിരുവാതിരനാളിൽ ഒരു ചരിത്ര സംഭവത്തെ നമ്മൾ നന്ദിയോടെ ഓർക്കുന്ന സുദിനമായിരുന്നു. കർത്താവിന്റെ കുരിശ് നിന്ദ്യമായിരുന്നെങ്കിലും അത് വന്യമായി തീർന്നു. ഒരു നിന്ദ്യമായ ആയുധമായിരുന്ന കുരിശ് അത് കർത്താവിനെ കുരിശിച്ചു കഴിഞ്ഞപ്പോൾ ആ കുരിശുകൊണ്ട് തന്നെ പിശാചിനെ തലചതച്ചു എന്നുള്ള വലിയ യുദ്ധതന്ത്രം കൊണ്ട് നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ കുരിശിന് വലിയ പ്രാധാന്യമുണ്ട്. കുരിശിന്റെ അനുഭവങ്ങൾക്ക് വലിയ ഉപയോഗമുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവും വെളിപ്പാടുമാണ് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നിന്ദ്യമായിരുന്ന കർത്താവിന്റെ ആ തടിക്കുരിശ് ഒരായുധമായിരുന്നു. കർത്താവ് സന്തോഷത്തോടെ ആയുധം
തന്നെ കൊല്ലാൻ അനുവദിച്ചു. ആ കുരിശിൽ കർത്താവ് 3 ആണികൾ തറയ്ക്കപ്പെട്ട് കർത്താവിന്റെ തലയിൽ നിന്നും കൈകാലുകളിൽ നിന്നും ചങ്കിൽ നിന്നും എല്ലാം ഒഴുകിയതായ രക്തം ആ തടിക്കുരിശിനെ ശരിക്ക് നനച്ചിട്ടുണ്ട്. കർത്താവിന്റെ രക്തം കൊണ്ട് കുതിർന്നതായ ആ തടിക്കുരിശ് അതിന് ചില രൂപാന്തരം സംഭവിച്ചു. കർത്താവിന്റെ മരണം നമുക്ക് ജീവൻ നൽകുന്നതായിരുന്നു. കർത്താവിന്റെ ദാരിദ്ര്യം നമുക്ക് സമ്പത്ത് തരുന്നതാണ്. കർത്താവിന്റെ വേദന നമുക്ക് സുഖം നൽകുന്നതാണ്. അവന്റെ അടിപ്പടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാകുവാൻ നമ്മുടെ എല്ലാ സുഖത്തിന്റെയും പുറകിൽ കർത്താവിന്റെ ദുഃഖവും വേദനയും അസുഖവുമുണ്ട്. കർത്താവ് എല്ലാ രോഗവും ശീലിച്ചവനായത് നമ്മളെ എല്ലാ രോഗത്തിൽ നിന്നും വിമുക്തനാകാൻ വേണ്ടിയാണ്. നമുക്ക് രോഗസൗഖ്യം കിട്ടുന്നത് കർത്താവിന്റെ കൂടെ കുരിശെടുത്ത് കിരീടം പ്രാപിക്കാനാണെന്നുള്ള കാര്യം ഓർക്കുകയാണ്. കർത്താവിന്റെ കുരിശിന്റെ ഒരു പ്രത്യേകത അത് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമാണെന്നുള്ള കണ്ടെത്തലാണ്. അത് വളരെ വൈകിയാണ് സഭ മനസ്സിലാക്കിയത്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവിനെ ഓർത്തുകൊണ്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പെന്തക്കോസ്തിയിൽ കാത്തിരുന്ന 120 പേർ കുരിശിന്റെ വാതിലാണ് സഞ്ചരിച്ചത്. നാൾതോറുമുള്ള കുരിശിനെ അവർ ഉയർപ്പിന്റെ അനുഭവമാക്കിക്കൊണ്ടിരുന്നു. അത് അനേകർക്ക് രക്ഷ നൽകിക്കൊണ്ടേയിരുന്നു. സഭയ്ക്ക് ഒത്തിരി പീഡയുണ്ടായപ്പോൾ യേശുവിനുണ്ടായതുപോലെയുള്ള കഷ്ടനഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും സഭയ്ക്കുണ്ടായി. അങ്ങനെ അനേക രക്തം ഒഴുക്കേണ്ടി വന്നു. അങ്ങനെ 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും രക്തസാക്ഷികളുടെ രക്തത്തിലാണ് സഭ വളർന്നത്. അത് സഭയ്ക്ക് വളമായി തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വലിയ രക്തചിന്തയോടുകൂടെ കഷ്ടനഷ്ടങ്ങളുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിനെ വളർത്തി സ്വർഗ്ഗാരോഹണം ചെയ്യിച്ച അനേക വിശ്വാസികൾ വിശുദ്ധരായി ഉയർത്തപ്പെട്ടു. അങ്ങനെ സഭയുടെ പീഡയുടെ കാലം കഴിഞ്ഞു. ഭരണാധികാരികൾ യേശുവിനെതിരായിരുന്ന കാലത്താണ് പീഡനം ഉണ്ടായത്. ഭരണാധികാരികൾക്കും വിശ്വാസം വന്നപ്പോൾ അവർ ക്രിസ്ത്യാനികളായി. അന്നത്തെ രാജാവ് ക്രിസ്ത്യാനിയായതുകൊണ്ട് പീഡനം നിന്നു. ആ രാജാവ് ക്രിസ്ത്യാനിയായതോടെ ക്രിസ്ത്യാനികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അവർക്ക് സ്ഥാനവും ധനവും മാനവും ജീവനും കിട്ടി. രാജാവ് തന്റെ രാജ്യത്തിൽ നല്ല ജോലികളൊക്കെ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ തുടങ്ങി. രാജാവിന്റെ സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭയിലും തന്റെ എല്ലാ തസ്തികകളിലും ക്രിസ്ത്യാനികൾക്ക് സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹമായി. അങ്ങനെ രാജ്യം മുഴുവനും ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞു. ഒരു പീഡനവുമില്ല, സുഖം മാത്രം. സുഖവും ധനവും മാനവും ജീവനും കൂടി. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് ധനവും മാനവും ജീവനും മഹത്വവും കിട്ടി. കുരിശന്നില്ലാതായി. കുരിശില്ലാതായതോടുകൂടി സഭയിലേക്ക് ലോകം കയറാൻ തുടങ്ങി. ലോകത്തെയും സുഖത്തെയും ധനത്തെയും എല്ലാം ഇട്ടിട്ട് യേശുവിനുണ്ടായ എല്ലാ അനുഭവം സ്വാഗതം ചെയ്ത വിശുദ്ധന്മാർ സഭയുടെ ആദ്യത്തെ തലമുറയെ വളർത്തിയെടുത്തു. സഭയ്ക്ക് പീഡനമില്ലാതായതോടുകൂടെ സഭയിലേക്ക് ലോകം കയറാൻ തുടങ്ങി. ലോകത്തെ ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ ദൈവരാജ്യത്തെ തങ്ങളുടെ ഉള്ളിലാക്കിയത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരും ദൈവരാജ്യം കാണുന്നവരും ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവരുമായിരുന്നു ആദ്യത്തെ 1-2 നൂറ്റാണ്ടുകളിലെ ക്രിസ്ത്യാനികൾ. അവർ കഷ്ടനഷ്ടങ്ങളുടെ മധ്യത്തിലും കർത്താവിനെ സന്തോഷിക്കാൻ കഴിയുമായിരുന്നു. പീഡനങ്ങളും എതിർപ്പുകളും തടസ്സങ്ങളും മാറിയതോടുകൂടെ ക്രിസ്ത്യാനികൾ നാമധേയ ക്രിസ്ത്യാനികളായി അധപതിക്കുവാൻ തുടങ്ങി. എല്ലാവർക്കും സുഖം മാത്രം മതിയെന്നായി, കഷ്ടം വേണ്ടെന്നായി, കുരിശ് വേണ്ടെന്നായി. അപ്പോൾ ആ കുരിശിന്റെ അനുഭവങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ ജഡീകരും പ്രാകൃതരുമായി അധപതിച്ച സഭ നാമധേയ ക്രിസ്ത്യാനികളായി അധപതിച്ചപ്പോൾ സഭയെ വീണ്ടും ഉണർത്തുവാൻ വേണ്ടി അനേകർ കുരിശിന്റെ വാതിലേക്ക് വീണ്ടും മടങ്ങിപ്പോയതായിട്ട് സഭാചരിത്രം പറയുന്നു. കുരിശിന്റെ ആവശ്യബോധം ബോധ്യമായ രാജാവ് തന്നെ കർത്താവിന്റെ കുരിശിനെ തപ്പി നടന്നു. അപ്പൊ കുരിശിന്റെ ആവശ്യബോധം വരുന്ന ഒരു കാലം നമുക്കും വരും. രാജാവിനും ഹെലനി രാജ്ഞിക്കും യേശുവിനോടും യേശുവിന്റെ കുരിശിനോടും അമിതമായ ഭക്തിയുണ്ടായി. അവർ രാജകീയ സുഖഭോഗങ്ങളിൽ ജീവിച്ചവരാണെങ്കിലും ക്രിസ്തു മാർഗം സ്വീകരിച്ചപ്പോൾ നാൾതോറും കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കണമെന്നുള്ള സന്ദേശം അവരെ നല്ലവണ്ണം പിടിച്ചു കുലുക്കി.
യേശുവിന്റെ വചനം അനുസരിക്കാൻ വേണ്ടി രാജാവും രാജ്ഞിയും ഒക്കെ കുരിശിന്റെ പാതയിൽ സഞ്ചരിച്ചപ്പോൾ അവർക്ക് വലിയ ആനന്ദവും സന്തോഷവും കിട്ടി. അനേകരെ ദൈവസന്നിധിയിൽ ആശ്വസിപ്പിക്കുവാനും വഴി നിർത്തുവാനും വളർത്തുവാനും ഒക്കെ സാധിച്ചപ്പോൾ യേശുവിന്റെ കുരിശിനകത്തുള്ളതായ ആ രഹസ്യം എന്താണെന്ന് വെളിയിട്ടാൻ അവർ അന്വേഷണം നടത്തി. ആ ഹേലനി രാജ്ഞിയും കൊസ്തന്തീനോസ് രാജാവും ഒക്കെ ഗവേഷകരെ പറഞ്ഞയച്ച് യേശുവിന്റെ കുരിശ് മറവ് ചെയ്തിരിക്കുന്നിടമൊക്കെ കുഴിച്ചു നോക്കി. അവർ കുഴിച്ചു എന്നപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറവ് ചെയ്തിരുന്നതായ 3 കുരിശുകൾ കണ്ടെത്തി. ആ 3 കുരിശ് ഇതിലേതാണ് യേശുവിന്റെ കുരിശെന്ന് തിരിച്ചറിയാൻ വിഷമിച്ച് അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്കൊരു വെളിപ്പാട് തരണം, യേശുവിനെ കുരിശിച്ച ആ കുരിശ് ഞങ്ങൾക്ക് തിരിച്ചറിയണം, ആ കുരിശിന്റെ മഹാത്മ്യം ഞങ്ങൾക്ക് തിരിച്ചറിയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ 3 കുരിശുകളെയും അവർ പരിശോധിച്ചു. അപ്പോൾ അവർക്കൊരു പ്രചോദനമുണ്ടായി ഒരു പരീക്ഷണം നടത്താൻ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് അനേക ഉയർത്തെഴുന്നേറ്റ് പട്ടണത്തിൽ കാണപ്പെട്ടു എന്നൊരു വചനം ഓർമ്മ വന്നു. യേശുവിനെ കുരിശിച്ച ദിവസം കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ചില വിശുദ്ധന്മാർ പട്ടണത്തിൽ കാണപ്പെട്ടു എന്നൊരു വചനം വേദപുസ്തകത്തിലുണ്ട്. അപ്പൊ യേശുവിന്റെ മരണത്തിനും യേശുവിന്റെ കുരിശിനും ഉയർപ്പിക്കുവാനും ജീവിപ്പിക്കുവാനും കഴിവുണ്ടെന്നുള്ളതായ കാര്യം ഈ രാജാവിന് ഹെലനി രാജ്ഞിക്കൊക്കെ തോന്നിയപ്പോഴാണ് കർത്താവിന്റെ ആ തടിക്കുരിശിനും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശക്തിയുണ്ട്, യേശുവിന്റെ രക്തത്തിന് അങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളതായ അവരുടെ ആ ബോധത്തിൽ അവരെ 3 കുരിശ് നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് അതിലെ കൊണ്ടുപോയൊരു ശവശരീരം കുരിശെ വെച്ച് നോക്കിയെന്നാ പറയും. ഒരു കുരിശെ വെച്ചപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായില്ല. 2ാമത്തെ കുരിശ് വെച്ചപ്പോൾ അതിനനക്കം വെച്ചു. 3ാമത്തെ കുരിശെ വെച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് മനസ്സിലാവും. അപ്പൊ ആ പരീക്ഷണത്തിൽ നമുക്ക് കാര്യം മനസ്സിലായി. ഒന്നാമത് കിട്ടിയ കുരിശ് ഇടത് വശത്തെ കള്ളന്റെ, 2ാമത് വെച്ച കുരിശ് വലത്ത് വശത്തെ കള്ളന്റെ, 3ാമത് വെച്ചത് യേശുവിൻ്റെതാണെന്ന് മനസ്സിലായി. അതങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ 3 തരം കുരിശുകൾ എല്ലാ തലമുറയിലും എല്ലാ കാലങ്ങളിലും നമുക്കുണ്ടാകാം. നമ്മളെ കൊല്ലുന്നതും നമ്മളെ നശിപ്പിക്കുന്നതും നമ്മളെ നിരാശപ്പെടുന്നതും തകർത്ത് കളയുന്നതുമായ കുരിശുണ്ട്. നമുക്ക് ജീവൻ വെപ്പിക്കുന്നതും നമുക്ക് അനക്കം വെപ്പിക്കുന്നതും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായ കുരിശുകളുണ്ട്. വലതുവശത്തെ കള്ളന്റെ കുരിശ് അവൻ മോഷ്ടിച്ച് നടന്നതിന്റെ ശിക്ഷയായിട്ട് കിട്ടിയ കുരിശാണ്. പക്ഷെ ആ കുരിശിനെ അവൻ രക്ഷാകരമാക്കി. അതവൻ അർഹതയുള്ള ശിക്ഷയായിരുന്നെങ്കിലും അവൻ ആ കുരിശെ കിടന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി രാജാവായി അംഗീകരിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ അവന്റെ കുരിശും അവന്റെ കുരിശിലെ രക്തവും അവനെ മാംസ മുക്കാനുള്ള മാംസ തൊട്ടിയായിട്ട് മാറി. വലതുവശത്തേക്കാളും തന്റെ സ്വന്തം രക്തത്തിൽ തന്നെ സ്നാനമേറ്റു. തന്നെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ അവന്റെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്ന യേശുവിനെ രാജാവായി രക്ഷകനായി അംഗീകരിക്കാനുള്ള നല്ല മനസാക്ഷി കിട്ടി. അവന്റെ ശരീരം കുരിശിൽ കിടന്നെങ്കിലും അവന്റെ പ്രാണൻ അതുവരെ സ്വയാശ്രയത്തിൽ പാതാളത്തിൽ പോയ പ്രാണൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൽ ആശ്രയിച്ച് യേശുവിനെ രാജാവായി അംഗീകരിച്ച വലതുവശത്തേക്കാൾ എന്റെ പ്രാണൻ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് തന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇന്ന് നീ എന്നോട് പ്രതീക്ഷായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്റെ ശരീരം കുരിശേ കിടക്കുകയാണെങ്കിലും തന്റെ ദേഹിയുടെ മണ്ഡലം ഉയർത്തെഴുന്നേറ്റ് പാതാളം വഴി പതീസായിലേക്ക് പോയ യേശുവിന്റെ കൂടെ കൂടി. നമ്മളും ഇങ്ങനെ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ നമ്മുടെ പാപം കൊണ്ടും അശുദ്ധി കൊണ്ടും ശിക്ഷയായിട്ട് വരുന്ന കുരിശുകളുണ്ട്. കഴിഞ്ഞ തലമുറയുടെ ശാപം, കഴിഞ്ഞ കാലത്തെ നമ്മുടെ ശാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ മുതലായവ നമുക്ക് കഷ്ടതകൾ വരുത്തും. അത് ശിക്ഷയുടെ കഷ്ടതകളാണോ? പക്ഷെ ആ ശിക്ഷകളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ ആ കഷ്ടതകളുടെ മധ്യത്തിൽ കുറ്റം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച് യേശുവിനെ രാജാവായി അംഗീകരിച്ച് യേശുവെ എന്നെ കൈവിടലേ, എന്നെ രക്ഷിക്കണമെന്ന് പറയാമെങ്കിൽ നമുക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളെയും വേദനകളെയും രക്ഷാകരമാക്കുവാൻ യേശുവിന്റെ രക്തത്തിനും യേശുവിന്റെ നാമത്തിനും കഴിവുണ്ട്. വലതുവശത്തെ കള്ളന്റെ കുരിശ് അങ്ങനെ പ്രത്യാശയുടെ കുരിശായി മാറി. പർദീസായിലേക്ക് കടന്നു പോകാനുള്ള വഴിയായി. അവൻ യേശുവിനോടൊപ്പം പർദീസായിലെത്തി
സന്തോഷിച്ചു. നമ്മുടെ കുരിശുകളെ മുഴുവൻ നമ്മൾ പർദീസായിലേക്ക് പോകാനുള്ള വഴിയാക്കിയിട്ടുണ്ട്. യേശുവാകുന്ന വഴിയിലൂടെ നമ്മൾ വാണനെ പർദീസായിൽ എത്തിക്കുവാൻ നമ്മുടെ കഷ്ടനഷ്ടങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ആ കാര്യമാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ചറിഞ്ഞത്. തനിക്കുണ്ടായ എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിഷ്ണുതയിലേക്കും സിദ്ധതയിലേക്കും, സിദ്ധത പ്രത്യാശയിലേക്കും, പ്രത്യാശ ദൈവഭവനം പണിയിലേക്കും തന്നെ ആനയിച്ചു. പൗലോസ് കഷ്ടതകളെ സ്വാഗതം ചെയ്തു. എന്താ കാരണം? പൗലോസിന് വലിയ കുറ്റബോധമായിരുന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ തെറ്റിദ്ധരിച്ചല്ലോ, ഞാൻ യേശുവിനെയും ക്രിസ്ത്യാനികളെ ഒത്തിരി ഉപദ്രവിച്ചല്ലോ, ഞാൻ ഒത്തിരി പേരെ അടിച്ചല്ലോ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലിച്ചത് ഞാനാണല്ലോ, മഹാദോഷമായിപ്പോയി. ഇനി ആ ദോഷം എങ്ങനെ തീരും? അതിന് ശിക്ഷ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് ഒത്തിരി കഷ്ടം വേണം. എന്റെ ഈ ശരീരം കൊണ്ട് ഞാൻ ആ പാപം ചെയ്തു. അതുകൊണ്ട് എന്റെ കൈയും കാലും എല്ലാം ചെയ്തിക്ക് അടിയുള്ള ശിക്ഷയേക്കേണ്ടതാണെന്നുള്ള ബോധത്തിലാണ് താൻ കുരിശിൽ പ്രശംസിച്ച് തന്റെ കുരിശിനെ, തന്റെ അനുഭവങ്ങളെ രക്ഷയ്ക്കുള്ള, പ്രാണരക്ഷയ്ക്കുള്ള മാർഗമായി താൻ സ്വാഗതം ചെയ്തതുകൊണ്ട് പൗലോസിയായിക്ക് വന്ന കഷ്ടങ്ങൾ വലിയ പട്ടിക നമ്മൾ പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന ആ ശൗൽ പൗലോസായപ്പോൾ പ്രാർത്ഥിച്ചു, എനിക്ക് ഒത്തിരി കല്ലേറ് വേണം. കല്ലേറ് കൊള്ളുന്നതിനിടയിൽ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി രക്ഷപ്പെട്ട് സ്വർഗം തുറക്കുന്നത് കണ്ട് എനിക്ക് ഒന്ന് കാണണം, അപ്പോൾ എനിക്ക് കല്ലേറ് വേണം. കല്ലേറിനെ ബുക്ക് ചെയ്തു. എത്ര പ്രാവശ്യം കല്ലേറ് ഉണ്ടെന്നാണ് ഏസത്തിൽ എഴുതിയിരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? എത്രയാ? പല പ്രാവശ്യം കല്ലേറ് കൊണ്ടു. അതിന്റെ കണക്ക് അതിനകത്തുണ്ട്. നിങ്ങൾ ഏതാ? ഒന്ന് വായിച്ചു നോക്കാം, ഇതിലൊന്ന് അന്വേഷിച്ച് വായിച്ചു നോക്കാം. തന്റെ ലേഖനങ്ങളിൽ, കൊരിന്ത ലേഖനങ്ങളിൽ എത്ര പ്രാവശ്യം തന്നെ കല്ലേറ് കൊള്ളും. അത് സ്വാഗതം ചെയ്ത കല്ലേറ് കൊള്ളലാണ്. താൻ യേശുവിനെ സാക്ഷിച്ചതുകൊണ്ട് മാത്രം, യേശുവിനെ പ്രസംഗിച്ചതുകൊണ്ട് മാത്രം തനിക്ക് പല പ്രാവശ്യം കല്ലേറുണ്ടായി. അത് താൻ പ്രാർത്ഥിച്ചതിന് മറുപടിയായിരുന്നു. ഞാൻ സ്തെഫാനോസിനെ കല്ലെറിയിപ്പിച്ച ആളാണ്. കല്ലെറിയുന്നതിനേക്കാൾ ദ്രോഹമാണ് കല്ലെറിയിപ്പിക്കുന്നത്, ഇല്ലേ? പ്രേരണ കുറ്റമാണ്, മറ്റേ കുറ്റത്തിനേക്കാൾ ഭയങ്കരമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നതിനേക്കാൾ അധികം പാപം ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതിനൊത്തിരി ശിക്ഷ കേൾക്കേണ്ടി വരും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വസ്ത്രം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ ആരെങ്കിലും പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ശിക്ഷയുണ്ട്. അറിവില്ലാത്തവർ, ബലഹീനർ പാപം ചെയ്തു പോയെന്നിരിക്കുന്നു. അവിടെയാണ് ഉത്തരവാദിയെങ്കിൽ അതിന് പറ്റും. ആ മനസാക്ഷിയുടെ കുത്ത്, പൗലോസിന്റെ മനസാക്ഷി അങ്ങോട്ട് ശുദ്ധമായപ്പോഴത്തേക്ക് തന്നെ മനസാക്ഷിയെ പരിശുദ്ധാത്മാവ് കുത്താൻ തുടങ്ങി. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്നപ്പോൾ, അയ്യോ ഞാൻ എന്തൊരു ദ്രോഹമാണ് ചെയ്തത്, എത്രയോ പേരെ ഞാൻ തല്ലിക്കൊല്ലിച്ചു, അതിന് ശിക്ഷ എനിക്ക് ഏട്ടെങ്കിലേ എന്റെ ശാപം മാറുകയുള്ളൂ. താൻ തന്നെ കുറ്റം വിധിച്ചു. ഞാനെന്റെ അവരെ കല്ലെറിയിപ്പിച്ചെങ്കിൽ എനിക്കും കല്ലേറ് കൊള്ളണം. സന്തോഷത്തോടെ താൻ പല പ്രാവശ്യം കല്ലേറ് കൊണ്ടുവന്നാ പറയുന്നത്. എത്ര പ്രാവശ്യം കണ്ടോ? കണ്ടില്ലല്ലോ. അത് മറന്നുപോയെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ പൗലോസിയായിക്ക് പല പ്രാവശ്യം കല്ലേറ് കൊണ്ടുവന്നാണ്. എവിടെയാ എഴുതിയിരിക്കുന്നത്? 2:11 എത്ര എന്ത് പറയുന്നു? ബാക്കി ഞാൻ പറയുന്നു. അപ്പൊ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം കല്ലേറ് ഏറ്റു? 5 വട്ടമെന്ന് പറഞ്ഞാൽ എത്രയാ? അപ്പൊ 1 പറയാം 40 അടി എന്ന് പറഞ്ഞാൽ എത്രയാ? 39 ഇല്ലേ? കല്ലേറ് എത്ര പ്രാവശ്യം കൊണ്ടുവന്നാണ്? പിന്നെ കല്ലേറ് കൊണ്ടു. അപ്പൊ അങ്ങനെ കല്ലേറും അടിയും എല്ലാം താൻ ബുക്ക് ചെയ്തിരുന്നു. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. പോരട്ടെ, കല്ലിങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നു. അതിനെ സ്വാഗതം ചെയ്ത് അങ്ങനെ പൗലോസിയ താൻ ചെയ്ത ശിക്ഷയ്ക്ക്, താൻ ചെയ്ത പാപത്തിന് താൻ തന്നെ പ്രായശ്ചിത്തം ഏറ്റുവാങ്ങി. അപ്പൊ നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ആഴമായി ബോധ്യം വന്നാൽ ആ ഒരു കുറ്റബോധം നമുക്ക് വരും. അങ്ങനെ ശരിയായിട്ട് നമ്മൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തിയാൽ, സിൻ ഓഫ് ഒമീഷൻ ആണ് സിൻ ഓഫ് കമ്മീഷൻ. നമ്മളുടെ കൃത്യവിലോപങ്ങളും അകത്യങ്ങളും ശരിക്കും നമുക്ക് ബോധ്യമായാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ അർഹതയില്ല എന്നുള്ള ബോധ്യം വരും. ജീവിച്ചാൽ തന്നെ ആരുടെ സ്നേഹത്തിന് അർഹതയില്ല എന്ന് ബോധ്യമാവും. ആര് സ്നേഹിച്ചില്ലെങ്കിലും ജീവനുണ്ടെങ്കിലും സുഖമായിരിക്കാനുള്ള അർഹതയില്ല.
പിന്നെ ബാക്കി ഉള്ളതെല്ലാം അധികമാണോ? അപ്പൊ എല്ലാത്തിനും നന്ദി പറയാൻ സാധിക്കണം. ഒരു പരിഭവവും ഒരു പരാതിയും ഉണ്ടാകുകയില്ല. അപ്പൊ നമ്മുടെ പൂർവികരുടെയോ നമ്മുടെയോ പാപങ്ങൾ മുഴുവൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാനേ അർഹതയില്ല. പാപത്തിന്റെ ശമ്പളം മരണം. ജീവിച്ചാൽ തന്നെ ആഹാരം കഴിക്കാൻ അർഹതയില്ല. ജീവിച്ച് ആഹാരം കഴിക്കാൻ പോലും അർഹതയില്ലാത്തപ്പോൾ ഒരു നേരമെങ്കിലും കിട്ടുന്ന വലിയ കാര്യമല്ലേ? ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ നോർത്തിയില്ലാത്തപ്പം ഒരു കറിയില്ലാത്ത കഞ്ഞിയെങ്കിലും കിട്ടുന്ന വലിയ കാര്യമല്ലേ? എന്താ ഏതെങ്കിലും ഉണ്ടല്ലോ, ഇതുപോലെ ഇല്ലായിരുന്നു, ഇതുപോലെ ഒരു അർഹതയില്ലെന്ന് കാര്യം. ഈ ബോധ്യമുള്ളവരെ കറിക്ക് കുറ്റം പറഞ്ഞ് ചോറിട്ടേച്ച് പോവുമോ? രുചിയില്ല എന്ന് പറഞ്ഞ് കറിയില്ല എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കാതിരിക്കുമോ? ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉള്ളതിന് നന്ദി പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ സാധിക്കും. ഇന്ന് തീന്മേശകളിൽ എത്രയോ വഴക്കുകളുണ്ടാകുന്നു. രുചി പോരാണ്, ഉപ്പ് കൂടിപ്പോയി, ഉപ്പില്ല, ഒത്തില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം വഴക്കുകളാണ് വരുന്നില്ല. നമ്മൾ ആരാണെന്നും ആരല്ലെന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പൂർവികരും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ യഥാർത്ഥമായ ന്യായമായ ശിക്ഷ നോക്കി ലഭിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുകയില്ല. ജീവിച്ചാൽ തന്നെ ഒന്നിനും അർഹതയില്ല. കിട്ടിയതെല്ലാം അധികം പറ്റും. എല്ലാത്തിനും നന്ദി. ഈ ഉൾക്കാഴ്ചയോടുകൂടി നമുക്ക് കുരിശിനെ നമുക്ക് ജീവനുള്ളതാക്കാൻ സാധിക്കും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ യേശു മനുഷ്യരാരും കുറ്റം കേൾക്കുന്നുവെന്നാൽ ഞാൻ തന്നെ കേട്ടേക്കാമെന്ന് പറഞ്ഞ് കയറി നേട്ടതാണ്. സകലരുടെയും കുറ്റം യേശു കേൾക്കാൻ എന്താ കാര്യം എന്നറിയാമോ? കർത്താവ് വലിയ കാര്യത്തോടെ വലിയ പ്രതീക്ഷയോടെ നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ദൈവവചനം തള്ളിക്കളഞ്ഞു, ദൈവത്തിന്റെ കൽപ്പനകൾ തള്ളിക്കളയുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാനാ കുറ്റക്കാരൻ, ഞാനവരെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിച്ചു, ഞാനാ കുറ്റക്കാരൻ, അടിയിങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. എന്താ? അപ്പൊ ശരിയായ എല്ലാം നമ്മുടെ തലയിലായിട്ട് ഏറ്റു. 41 കൊല്ലം മുമ്പ് ആശ്രമത്തിൽ വന്ന് അവിടുത്തെ എല്ലാ പണിയും ചെയ്ത് ആശ്രമം ഉണ്ടായി, സൊസൈറ്റി ഉണ്ടായി, ട്രസ്റ്റും ഉണ്ടായി. 41 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങേണ്ടി വന്നപ്പോൾ ഒരു ഭാഗ്യമായിട്ടാണ് കരുതി. അതുകൊണ്ട് കേസ് വന്നപ്പോൾ ഞാൻ എന്നെ പ്രതിയാക്കിക്കൊള്ളാൻ പറയും. ഏതാ 41 കൊല്ലം വഴിയെ പോയൊരുത്തന് കയറി വന്ന് ആശ്രമവും ധ്യാനമൊന്നിലും എല്ലാം ഉണ്ടായതും എല്ലാ കാര്യങ്ങളും ഇനി ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവകാശികളും അതിന്റെ സ്ഥാനമാനങ്ങൾ ഏറ്റുവാങ്ങുന്നവരും വരുമ്പോൾ നിയമം ലംഘിച്ച് കേസുകൾ വന്നപ്പോൾ അതിന്റെ എല്ലാം കുറ്റക്കാരൻ ആദ്യം വന്നയാളാണ്. ഇതിനെല്ലാം കാരണമായി തീർന്നയാൾ തന്നെയാണ് ശിക്ഷയേക്കേണ്ടെന്ന് പറഞ്ഞ് സ്വയം പ്രതിയായിട്ട് കേസിൽ ഇപ്പോഴും കേസിലെ പ്രതിയാണ്. എന്താ ചെയ്ത തെറ്റെന്നാ? ആശ്രമം ഉണ്ടായി, ധ്യാനമന്ദിരം ഉണ്ടായി, ധ്യാനമന്ദിരം നടത്തി, എല്ലാം ദൈവവേലയ്ക്കായിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്തത് അതെല്ലാം നിയമലംഘനങ്ങളായി പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറ്റബോധം കൊണ്ടാണ് അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് നമ്മുടെ സഭയിലും സമൂഹത്തിൽ വന്നിരിക്കുന്ന കുറ്റങ്ങൾക്ക് എനിക്കെന്ത് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി അത് ശിക്ഷ സഹിച്ചിട്ട് ഉയർപ്പിന്റെ അനുഭവത്തിൽ എത്താൻ സാധിക്കും എന്നുള്ള ബോധം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരിക്കുന്ന കർത്താവ് പറഞ്ഞു, ഞാനാണ് ഇതിനകത്തെ കുറ്റക്കാരൻ. പിതാവായ ദൈവതമ്പുരാൻ പുത്രനോടാണ് പറഞ്ഞത് എല്ലാം സൃഷ്ടിക്കാൻ. അതെവിടെ എഴുതിയിരിക്കുന്നറിയാമോ? എവിടെ എഴുതിയിരിക്കുന്നത്? വിശ്വാസ പ്രമാണത്തിൽ പുത്രനെ കുറിച്ച് പറയുന്ന ഭാഗം എന്താ പറയുന്നത്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യവും ജനിച്ചവനാണ്, പക്ഷേ സൃഷ്ടിയല്ല. എന്നിട്ട് സകലവും താൻ മുഖാന്തരം നിർമ്മിക്കപ്പെട്ടു. അപ്പൊ നമ്മളെ നിർമ്മിച്ചതാരാ? പുത്രനെ. പിതാവ് പുത്രനെ കൊണ്ടാണ് നമ്മളെല്ലാം സൃഷ്ടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിച്ചു എന്നുള്ള ഒത്തിരി അവകാശമുള്ള ആളാണ് യേശു. നമ്മൾ ചെയ്ത പാവത്തിനെല്ലാം ഉത്തരവാദി താനാണെന്ന് പറയും. ഞാൻ ഈ പണി ചെയ്തുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്, അപ്പോൾ ഞാൻ തന്നെ അടിയാക്കും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ശിക്ഷയും ഭാവം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും രക്ഷിക്കുവാനും മറ്റുള്ളവരെ രക്ഷിക്കാനും സാധിക്കും എന്നുള്ളൊരു പാഠം. കൈക്കൂലി വാങ്ങിക്കുന്നതിന് അടി കൊടുക്കുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. പണ്ട് നിങ്ങൾ കേട്ടുള്ള കഥയായിരിക്കും. 100 അടി കൊടുക്കുന്ന, കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരെ 100 അടി കൊടുക്കുന്ന ഒരു ജഡ്ജി ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ഒത്തിരി പേര് അടി കൊണ്ടു. അപ്പോൾ ഈ ജഡ്ജിയെ കളിപ്പിക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി, ജഡ്ജിയുടെ ഭാര്യ ഒരു ഓഫീസറായിരുന്നു. ആ ഓഫീസറുടെ മേശയുടെ പോക്കറ്റിനകത്തോടെ ഒരു കെട്ട് പണം അങ്ങോട്ട് കൊണ്ടിട്ടിട്ട് ഒരു കാര്യം സാധിച്ചുകൊണ്ട് പോയി അതിന്റെ ഫോട്ടോ എടുത്തു.
കൈക്കൂലി വാങ്ങിച്ചെന്നുള്ളൊരു തെളിവ് കിട്ടി. പൈസ അവിടെ കിടപ്പുണ്ട്. ഉടനെ തന്നെ വന്ന് പോലീസ് പിടികൂടി ഭാര്യയെ കൈക്കൂലി വാങ്ങിച്ചതിന് ശിക്ഷിക്കും. 100 രൂപ അവക്കും കൊടുക്കണമെന്നായിരുന്നു. അടിയുണ്ടവരെല്ലാം ഒന്നിച്ചു കൂടി ഭാര്യ അടിക്കുന്ന കാണാനായിട്ട്. ഞങ്ങളെ അടിച്ചു, ഞങ്ങളെ അടിപ്പിച്ച ഈ ജഡ്ജി എന്നുമാത്രം നീതിബോധമുള്ള ആളാണ്, ഞങ്ങൾക്കൊന്ന് കാണണം. ഭാര്യയും കൈക്കൂലി വാങ്ങിച്ച തെളിവുണ്ട്, ഇയാൾ തല്ലുകൊല്ലുന്നൊന്ന് കാണണം. എന്തായാലും എന്ത് ചെയ്തു? ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി വിധിന്യായമൊക്കെ അയച്ചു കേൾപ്പിച്ച് ഇന്ന ദിവസം ഇന്ന രീതിയിൽ ഇന്നെല്ലാം തരത്തിൽ കൈക്കൂലി വാങ്ങിച്ച ആളാണ്, ഇത്തിരി പേര് അടിയുണ്ടതുപോലെ ഇയാളും അടികൊള്ളാൻ പോവാണെന്ന് ജഡ്ജി തന്നെ പറഞ്ഞു. അടിക്കാനുള്ള ആൾ വന്നു. അടിയുള്ളെന്ന സമയമായപ്പോൾ ജഡ്ജിയുടെ വേഷമൊക്കെ അങ്ങോട്ട് മാറ്റി. ജഡ്ജി അകത്ത് കുറ്റക്കാരുടെ വേഷം ധരിച്ചുകൊണ്ടാണ് വന്നത്. ഇനി ഔദ്യോഗിക വേഷമെല്ലാം മാറി അങ്ങോട്ട് വെച്ചിട്ട് അടികൊള്ളുന്നവരെ ധരിപ്പിക്കുന്ന വസ്ത്രം താൻ അകത്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പറഞ്ഞു, കൈക്കൂലി വാങ്ങിക്കുന്നവർ അടികൊള്ളണമെന്നുള്ള ഒരു നിയമമാണ്. ഞാൻ ഒത്തിരി പേര് ജഡ്ജി എന്നതിൽ അടിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോൾ കൈക്കൂലി വാങ്ങിച്ച് പ്രതിയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ശിക്ഷ ഏൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഞങ്ങൾ ഒന്നായതുകൊണ്ട് അവിടെ തെറ്റ എൻ്റെയും കൂടെ തെറ്റുക. അവർക്ക് ഈ 100 അടി കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അടി കൊണ്ടാൽ പിന്നെ ബാക്കി കാണുകയില്ലെന്നും അറിയാം. അതുകൊണ്ട് നീതി അനുസരിച്ച്, ന്യായം അനുസരിച്ച് 100 അടി കൊള്ളുന്ന ഞങ്ങൾ പങ്കിട്ട് വാങ്ങിക്കാൻ പോവാം. എന്താ അപ്പോൾ ആ അടിക്കുന്ന ആളോട് പറഞ്ഞു, പുറം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കാണിച്ചു കൊടുത്തു. അവർക്ക് കൊടുക്കേണ്ട അടി എനിക്ക് തന്നേ, ഞാൻ കണ്ടോളാം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ചുരുട്ടിക്കേണ്ട ആളാണ്, എനിക്ക് വല്ല വിളമ്പി തരേണ്ട ആളാണ്. അവിടെ ജീവിച്ചിരിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർക്ക് തെറ്റുപറ്റിയെന്നുള്ള ശരിയാണ്. അവർക്ക് അമിതമായ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ജഡ്ജിയാണ്, ഞാൻ കുറ്റം ചെയ്താൽ ശിക്ഷിക്കുക എന്നൊരു അമിതമായ ചിന്ത അവർക്കുണ്ടായിരുന്നു. അതില്ല, അത് കൈയിരിക്കട്ടെ. ശിക്ഷ പാപം ചെയ്താൽ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അനുഭവിക്കേണ്ടതാണത്. ആദ്യമായി അടിഞ്ഞാനം കൊള്ളുക എന്ന് പറഞ്ഞു. ഈ അടിക്കുന്ന ആളിന് വലിയ ഭയമാണ്. ഈ ജഡ്ജി എങ്ങനെ അടിച്ചാൽ അത് കേസാകുമല്ല, നിന്നും പേടിക്കണ്ട, നീ ഇപ്പം ജഡ്ജിയല്ല അടിക്കുന്ന, കുറ്റവാളിയായ ഈ ഭാര്യയെ തന്നെയാണ്. ആ ഭാര്യയുടെ ഒരു ഭാഗമാണ് ഞങ്ങൾ, എൻ്റെ പകുതിയാണ്, ബെറ്റർ ഹാഫ്, ബെസ്റ്റ് വണ്ണാണ് ഞാനത്. അതുകൊണ്ട് അവളുടെ ബാക്കിയാണ് ഞാൻ അതിന് പകരം അടി കൊള്ളുക എന്ന് പറഞ്ഞു. അടി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അറിയാൻ തുടങ്ങി. അയ്യോ എൻ്റെ അച്ചായോ, അങ്ങ് അടി മുഴുവൻ കൊണ്ടാണ്ട് ഞാനും കൂടെ കൊള്ളാമെന്ന് പറഞ്ഞു. അവൾ മുട്ടുകുത്തി എന്നെയും കൂടെ അടിക്കാൻ പറഞ്ഞു. അവസാനം അവർ വീതം വെച്ചു. 95 അടി എനിക്ക് തന്നേരം 5 എണ്ണം കൊടുത്തു. അത് അത്യാവശ്യമാണ് കൊണ്ടേക്കത്. 95 അടി ആര് കൊണ്ടു? ജഡ്ജി കൊണ്ടു. 5 അടി ആര് കൊണ്ടു? രണ്ടുപേരും കൂടെ വീതിച്ചെടുത്തു. രണ്ടുപേരും സന്തോഷമായിട്ട് സ്റ്റേജിൽ നിന്ന് പിരിഞ്ഞു. ആകാശത്ത് പിന്നെ ഒരിക്കലും ആരും കൈക്കൂലി വാങ്ങിച്ചിരുന്നു. എല്ലാവർക്കും ബോധ്യമായി പാവത്തിന് ശമ്പളം, ശിക്ഷയുണ്ട്, അനുഭവിച്ചേ മതിയാവും. യേശു ഈ പണി തന്നെയാണ് ചെയ്തത്. നമ്മളെ രക്ഷിച്ചു പരിപാലിച്ചു. നിയമങ്ങൾ 10 കൽപ്പനയും തന്നു, വചനവും തന്നു. ഇത് നമ്മൾ അനുസരിക്കാതെ വരുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ അങ്ങ് അടിച്ചു, ഞാനിവരെ രക്ഷിച്ചു പരിപാലിച്ചുകൊണ്ട് ഞാനാണ് കുറ്റക്കാരൻ. കർത്താവ് കാൽവരി ക്രൂശിൽ സഹിച്ചത് മുഴുവൻ നമ്മളെ ഏൽക്കേണ്ട അടിയാണെന്നുള്ള കാര്യം ബോധ്യം വരുമ്പോൾ, കർത്താവേ നീ മുഴുവൻ കൊണ്ടോ, ശകലം ഞങ്ങളോട് തരാൻ തന്നെയാണെന്ന് ചോദിക്കുമെന്നറിയാം സ്നേഹം മൂത്ത് കഴിയുമ്പോഴേ. അതുകൊണ്ടാണ് കുറച്ച് ബാക്കിയിട്ടിരുന്നത്. ആ കാര്യമാണ് കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ നിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറയും. അങ്ങനെ പൂരിപ്പിക്കാനുള്ളത് മാത്രമേ ബാക്കിയുള്ളെന്നോ, ബാക്കിയെല്ലാം കർത്താവ് അനുഭവിച്ചു കഴിഞ്ഞു. ആ പൂരിപ്പിക്കാനുള്ളത് എനിക്ക് നല്ലതല്ലേ? ആ ഒരു ബോധം വന്നാൽ ഒരു പരാതിയും നോക്കില്ല, ഒരു പരിഭവവും പരാതിയും നോക്കുകയില്ല. എന്റെ കർത്താവ് ഞാൻ സഹിക്കേണ്ടതിന്റെ 95% അല്ലെ 99% സഹിച്ചു കഴിഞ്ഞു. 1% ബാക്കിയുള്ളൂ. അതെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. മുഴുവൻ ഞാൻ അനുഭവിച്ചിരുന്നത് ഞാൻ ബാക്കി കാണുകയില്ലായിരുന്നു. എന്റെ കർത്താവിനുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട്, എനിക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചതുകൊണ്ട് എനിക്കിത് വേണം, എനിക്കതിന്റെ പങ്ക് വേണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ കഷ്ടങ്ങളിൽ നമുക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന സ്നേഹത്തോടുള്ള കരുതൽ ഏറ്റുവാങ്ങി, അങ്ങനെ നമ്മൾ സിദ്ധതയും പ്രത്യാശയുളവാക്കി പ്രത്യാശയുടെ ധൈര്യം ഉറപ്പിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ഭവനമായിട്ട് മാറുക. അങ്ങനെ ആ ജഡ്ജിയുടെ കുടുംബം സ്വർഗീയ കുടുംബമായി മാറി. ആ ജഡ്ജിയെയും ഭാര്യയെയും എല്ലാവരും വാനോളം വാഴ്ത്തി. ആര് കൈക്കൂലി ചോദിച്ചാലും വാങ്ങിച്ചാലും ഉടനെ അവർക്ക് ഓർമ്മ വരും, അയ്യോ ഇങ്ങനെയൊരു നിയമം കിടപ്പുണ്ടല്ലോ, അർഹതയുള്ളത് കിട്ടുമ്പം മതി, കൈക്കൂലി കൊടുത്തിട്ട് അന്യായമായിട്ടൊന്നും വേണ്ട, കിട്ടുമ്പം മതി, കിട്ടുന്നിടത്തോളം മതി, ഇല്ലെങ്കിൽ വേണ്ട, ദൈവം അനുവദിക്കും മതി എന്ന് എല്ലാവരും അടക്കമുള്ളവരായ അത്യാഗ്രഹങ്ങളെല്ലാം കളഞ്ഞ് ക്ഷേമമായി ഒരു രാജ്യത്തെ ഒരു രാജാവും ആ ന്യായാധിപനും ചെയ്തതായ ആ മാതൃക നമ്മൾക്ക് യേശുവിൽ കാണാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു.
അപ്പൊ യേശുവിന്റെ കഷ്ടങ്ങൾ എന്റേതാണ് എന്ന് വിചാരിച്ച് നമ്മൾ യേശുവിന് വേണ്ടി എന്ത് സഹിപ്പാൻ തയ്യാറായാൽ കർത്താവ് അതിനെ മാനിക്കും, ആദരിക്കും, നിത്യജീവൻ നമുക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ യേശുവിന്റെ കുരിശിന് ജീവനും ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് എലനി രാജ്ഞി കണ്ടെത്തി. അതോടുകൂടി കുരിശിനെ ആദരിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് കുരിശിന്റെ പെരുന്നാൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമാണ് കുരിശെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കഷ്ടനഷ്ടങ്ങളെയോ വേദനകളെയോ ഏകാന്തതകളെയോ വെറുക്കുകയില്ല, പരിഭവിക്കുകയില്ല. അത് കർത്താവ് സഹിച്ചിട്ടാണ് തന്റെ കുരിശ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായി മാറിയത്. എല്ലാ ദിവസവും പലതരത്തിലുള്ള കുരിശുകൾ തനിക്കുണ്ടായിരുന്നു. ലോകാരംഭം മുതലേ പൊരുളർക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് യേശുവിന്റെ പേര്. പിതാവായ ദൈവതമ്പുരാൻ പുത്രനെ മനുഷ്യയാതെ രക്ഷിക്കേണ്ടി വേദനിച്ച് അന്ന് തുടങ്ങിയതാണ് അതിന്റെ വേദന. അത് ഇന്ന് വരെയും തീർന്നിട്ടില്ല. ഇന്നും തന്റെ മുറിഞ്ഞ ആണിപ്പാടുകളുമായി കർത്താവ് കോടതിയിൽ നോക്കിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കല്യാണത്തിന്റെ തലേദിവസം മാത്രമേ മുറിവെല്ലാം ഉണങ്ങുള്ളൂ. കല്യാണത്തിന് തലേദിവസം വരെയും ഈ മുറിവിൽ കൂടെ തന്റെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കും. ആ മുറിവിൽപ്പെട്ട് നമ്മുടെ പ്രാണനെ അകത്ത് കയറ്റും. നമ്മുടെ പ്രാണൻ മുഴുവൻ കർത്താവിന്റെ മുറിവിലൂടെ അകത്ത് കയറി തന്റെ മാറിൽ മറഞ്ഞതിന് ശേഷമേ തന്റെ മുറിവ് ഉണങ്ങുകയുള്ളൂ. മുറിവ് ഉണങ്ങിയ ആ ആണിപ്പാടുള്ള കൈകാലുകളെ നമുക്ക് നല്ല ബ്യൂട്ടി സ്പോട്ടായിട്ട് കല്യാണ ദിവസം കാണാൻ സാധിക്കും. യേശുവിന് വേണ്ടി നമ്മൾ സഹിക്കുന്ന മുറിവുകളും ചതവുകളും എല്ലാം കല്യാണ ദിവസം ബ്യൂട്ടി സ്പോട്ടായിട്ട് മാറും. അത് തമ്മിൽ കണ്ടും കാണിച്ചും ആനന്ദിക്കാൻ സാധിക്കും. മണവാളന് വേണ്ടി മണവാട്ടി സഹിച്ച എല്ലാ വേദനകളും യാതനകളും എല്ലാം നമ്മുടെ ശരീരത്തിൽ ചില പാടുകൾ അവശേഷിപ്പിക്കും. ആ പാടുകളെല്ലാം തേജസ്സിരിക്കപ്പെടുന്ന ശരീരത്തിന്റെ സൗന്ദര്യ സ്പോട്ടുകളായിരിക്കും. അത് വളരെ സൗന്ദര്യം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് യേശുവിന്റെ പഞ്ചമുറിവുകൾ മാത്രമല്ല, എല്ലാ മുറിവുകളും എല്ലാ അടികളും കല്യാണ ദിവസം സുന്ദരമായി ശോഭിക്കും. അതിന് പ്രകാശം ഉണ്ടായിരിക്കും. വളരെ ആകർഷകമായ പ്രകാശം ജ്വലിപ്പിക്കുന്ന ഇടങ്ങളായത് മാറും. അപ്പോൾ മണവാട്ടിക്കും കാണിക്കാൻ വല്ലതൊക്കെ വേണ്ട. മണവാളൻ മുറിവുകളെ ശോഭിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ആനന്ദിക്കുമ്പോൾ അച്ഛാ എനിക്കും കൊണ്ട് ഇവിടെ ഒരു മുറിവ് എന്ന് പറഞ്ഞാൽ അതും കാണിക്കണം. എല്ലാ മുറിവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് സന്തോഷിക്കാൻ സാധിക്കും. അത് കണ്ടവർ ആനന്ദിക്കും. അപ്പോൾ ഒരു ദിവസം കർത്താവിനുണ്ടായ വേദന ഏതാന്നുള്ളതാണ് യോഹന്നാൻ 7:1 മുതൽ 10 വരെ നമ്മൾ വായിച്ചത്. ശരീരത്തിന്റെ വേദനയേക്കാൾ വേദനയുള്ളതാക്കുന്ന മനസ്സിന്റെ വേദന, ഹൃദയത്തിന്റെ വേദനയാണ് ഇതിനേക്കാൾ വലുത്. ശരീരത്തിന്റെ വേദന വേണേ ക്ഷണം കഴിയുമ്പോൾ മറന്നുപോകാം, മരവിപ്പിക്കാം. വേദന ശമിപ്പിക്കുന്ന മരുന്ന് കഴിച്ച് വേണേ അറിയാതെ ഇരിക്കാം. പക്ഷെ മനസ്സിന്റെ വേദന അങ്ങനെ മാറ്റാനുള്ളൂ. മനസ്സിന് എന്തെല്ലാം വേദനകൾ കർത്താവ് സഹിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ പാപശാപങ്ങൾ വഹിച്ച് മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ വന്ന യേശു എല്ലാ ദിവസവും സഹിച്ച അനേക വേദനകളുണ്ട്. അത് ഓരോന്നും തിരിച്ചറിയാമെങ്കിൽ അത് നമുക്ക് വരുമ്പോൾ കർത്താവ് അനുഭവിച്ചതിന് ബാക്കിയാണല്ലോ എന്ന് ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കും. യോഹന്നാൻ 7 ഒരു കൂടാര പെരുന്നാളിന് പള്ളിയിൽ പോകുന്ന ദിവസത്തെ കർത്താവിന്റെ വേദന എന്തായിരുന്നു? കർത്താവിനെ വിശ്വസിക്കാത്ത സഹോദരന്മാരുടെ ഇടയിൽ ജീവിക്കേണ്ടി വന്നതാണ് കർത്താവിന്റെ ഏറ്റവും വലിയ വേദന. വിശ്വാസമില്ലാത്തവരോട് താമസിക്കേണ്ടി വരുന്നത് വലിയ കുരിശാണ്. അംഗീകാരം തരാത്ത, വിശ്വാസമില്ലാത്ത, സ്നേഹമില്ലാത്ത, സംശയരോഗമുള്ളവരുടെ കൂടെ താമസിക്കുന്ന ഭയങ്കര വേദനയാണ്. ഒരു കാര്യവും ഇല്ലാതെ ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവിനോട് താമസിക്കുന്ന നരകത്തിൽ താമസിക്കുന്ന പോലെയാണ്. നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെ സംശയിക്കാം. ആ സംശയത്തിൽ ഉണ്ടാകുന്ന വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എത്ര വേദന ഉണ്ടാക്കുന്നതാണെന്നുള്ള കാര്യം അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. കർത്താവ് അത് സഹിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണോ? മാതാവിന്റെ സഹോദരിമാരുടെ മക്കൾ, കസിൻസ് ആയിട്ടുള്ളവർ. പിന്നെ യോസെഫിന്റെ ആദ്യത്തെ വിവാഹത്തിലുള്ളതായ മക്കൾ. ഇങ്ങനെ സഹോദര വർഗത്തിൽപ്പെട്ട പലരും കർത്താവിന് ഉണ്ടായിരുന്നു. ആ സഹോദരങ്ങൾക്ക് യേശുവിനെ വിശ്വാസമില്ല. പുച്ഛത്തോടും പരിഹാസത്തോടുമാണ് യേശുവിനോട് സംസാരിക്കുന്നത്. കർത്താവിന്റെ പ്രസംഗവും അത്ഭുതവും ഒക്കെ അവർക്കൊരു പുച്ഛമാണ്. ഇതൊരു കളിപ്പീരാണ്, ഒരു തട്ടിപ്പാണെന്നാണ് അവരുടെ വിചാരം. വളരെ പരിഹാസത്തോടെ സഹോദരന്മാർ വിശ്വാസമില്ലാത്തവരുടെ വർത്തമാനം കേട്ടോ. സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദ്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇപ്പൊ നസ്രയത്തുകാരനായ യേശുവിനോട് കൂട്ട് തന്റെ സഹോദരനോട് പറയാം, നീ ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്നെന്താ?
പെരുന്നാളല്ലേ, യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി നിന്റെ കസറത്തൊക്കെ എവിടെ നിന്ന് കാണിക്കും, എല്ലാവരും ഒന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ അങ്ങനെ പരിഹാസത്തോടുകൂടെ യേശുവിന്റെ പ്രസംഗത്തെയും അത്ഭുതങ്ങളെയും വീക്ഷിക്കുന്ന സഹോദരങ്ങൾ, അതൊരു കുരിശ, അത് വായിക്കേണ്ടി വരണം. അങ്ങനെ പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പൊ ഇവൻ പ്രസിദ്ധനായി രാജാവാകാൻ ആഗ്രഹിക്കുന്നവനാണെന്നാണ് ഇവരുടെ വിചാരം. ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രസംഗവും ഒക്കെ എന്നാണ് അവരുടെ വിചാരം. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. ഇതെല്ലാം പുച്ഛത്തോടെയാണ് പറയുന്നത്. അവന്റെ സഹോദരന്മാരിൽ അവൻ വിശ്വസിച്ചില്ല. യോഹന്നാൻ 7:5. വിശ്വാസമില്ലാത്തവരോട് താമസിക്കേണ്ടി വരുന്ന ഭയങ്കര വേദനയാണ്. വിശ്വാസമില്ലാത്തവരും സംശയിക്കുന്നവരും പുച്ഛിക്കുന്നവരും നമ്മളെ മനസ്സിലാക്കാത്തവരുടെ താമസമാണ് ഏറ്റവും വേദനയുള്ള കാര്യം. ഞാൻ 41 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ആശ്രമത്തിൽ. ഞാനത് ആസ്വദിക്കാൻ വേണ്ടി തന്നെ അവരോട് പോയെന്ന് പ്രാർത്ഥിക്കും. അത് രസമാണ്, എന്നെ കർത്താവ് അനുഭവിച്ചാണല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പൊ വിശ്വാസമില്ലാത്ത ഭാര്യയുടെ കൂടെ, വിശ്വാസമില്ലാത്ത ഭർത്താവിന്റെ കൂടെ, വിശ്വാസമില്ലാത്ത മക്കളുടെ കൂടെ, അയൽവക്കങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഒരു രസമാണ്. ഏതാ കുരിശിന്റെ രസം. നിങ്ങളത് ആസ്വദിച്ചിട്ടുണ്ടോ? അപ്പൊ കർത്താവിനെ ഓർക്കണം. കർത്താവിനെ വിശ്വസിക്കാത്ത അയൽവക്കങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ ജാരസന്തതിയാണെന്ന് വിചാരിക്കുന്നവർ, യോസേപ്പിനെയും മറിയാമിനെയും കളിയാക്കുന്നവർ, കല്യാണോറപ്പിനും കല്യാണത്തിനിടയിലുണ്ടായ ജാരസന്തതിയാണിവൻ, ഇപ്പൊ നടക്കുക, വലിയ ഉപദേശിയായിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ യേശുവിനെ കളിയാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ തന്നെയാ സത്യം എന്ന് പറയേണ്ടി വന്നത്. യേശു പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ തന്നെയാ. കർത്താവ് കള്ളനാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന കാലത്താണ് ഞാൻ സത്യമാണ് എന്ന് പറയേണ്ടി വന്നു. അപ്പൊ നമ്മളെ കള്ളന്മാരായും മോഷ്ടാക്കളായും അന്യായം ചെയ്തവരായും തെറ്റിദ്ധരിക്കുന്നവരുടെ മധ്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കുരിശ് തന്നെയാണ്. അങ്ങനെയുള്ളവരുടെ നമ്മുടെ വേല ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. കർത്താവ് പെരുന്നാളിന് പോവുകയും വേണം. എന്നാൽ കളിയാക്കുന്ന സഹോദരന്മാര് പിന്നെ നേരത്തെ പറഞ്ഞു വിടാനെടുത്ത് വയ്ക്കുകയും ചെയ്യും. ഇതിന് അവിടെ പോയി പിന്നെ പുറകെ പോയി കളിയാക്കാനാ. അപ്പോൾ കർത്താവിനെ ഒളിച്ചും പാത്തും പെരുന്നാളിന് പോകേണ്ടി വന്നു. നമുക്കും അങ്ങനെ ഒളിച്ചും പാത്തും വരെ ചെയ്യേണ്ടി വരും. എല്ലാ സത്യങ്ങളും പറയാനൊക്കെയല്ല, സത്യമേ പറയാവൂ. സത്യമേ പറയാവൂ, എല്ലാ സത്യവും പറയണ്ടെന്ന് പറഞ്ഞാൽ വളരെ വർത്താനം പറയാൻ വളരെ വിഷമമാണ്, ഇല്ലേ? കർത്താവിന് അന്ന് കൂടാര പെരുന്നാളിന് ഇവരുടെ കൂടെ പോകാനൊക്കെയല്ല. കർത്താവിന് അവരോട് സത്യങ്ങൾ തുറന്നു പറയാനും ഒക്കെയില്ല. എന്നാൽ കള്ളം പറയരുത്. എന്തിനു ചെറുക്കുക? അങ്ങനെ കള്ളം പറയുകയരുത്, സത്യം പറയാവുന്ന എല്ലാ സത്യവും പറയാനൊക്കെ ഇല്ലാത്ത വിഷമത്തിൽ നമ്മൾ വിഷമിക്കേണ്ട സാഹചര്യം വരും. കർത്താവ് എങ്ങനെയാ അതിനെ ചെയ്യിച്ചു നോക്കി? തന്നെ അവിശ്വസിക്കുന്ന സഹോദരന്മാരുടെ കൂടെ അന്ന് പെരുന്നാളിന് പോകാനൊക്കെയില്ല. യേശു അവരോട് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമയമാണ്. നിങ്ങളെ പയക്കുവാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവയെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതുകൊണ്ട് അതെന്നെ പകയ്ക്കുന്നു. അപ്പൊ വചനമനുസരിക്കുകയും വചനപ്രകാരം നമ്മുടെ കുറവുകൾ പരിഹരിക്കുകയും മറ്റുള്ളവർ നന്നാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരോട് മഹാവിരോധമായിരിക്കും എല്ലാവർക്കും. യേശുവിന്റെ പ്രസംഗവും ഉപദേശവും ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പെരുന്നാളിന് പോകുകയും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഈ പെരുന്നാളിന് ഇപ്പൊ പോകുന്നില്ല. 8-ാം വാക്യം, 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയും. കർത്താവിന്റെ ബുദ്ധിപൂർവമായ മറുപടി ഉണ്ടോ? കർത്താവ് പള്ളിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞില്ല, ഇപ്പൊ പോകുന്നില്ല, സമയമായിട്ടില്ല. എപ്പോഴാ സമയം എന്നിട്ട് പറഞ്ഞില്ല. വളരെ അവ്യക്തമായിട്ടാണ് കാര്യം പറയുന്നത്. നിങ്ങളുടെ കൂടെ ഇപ്പൊ എനിക്ക് പെരുന്നാളിന് വരാൻ ഒക്കുന്നില്ല, എനിക്ക് വേറെ ചില അസൗകര്യങ്ങളുണ്ട്, പോകേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് സമയമാണ്, നിങ്ങൾ പോകൂ, ഞാനിപ്പോ വരുന്നില്ല, എനിക്ക് സമയമായിട്ടില്ല, എപ്പോഴാ സമയമാണെന്ന് പറയാനും ഒക്കെയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കി. അത് ഇങ്ങനെ വളരെ ഞെരുങ്ങിയാണ് കർത്താവ് ജീവിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ പെരുന്നാളിന് പോകുകയും എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലായി തന്നെ പാർത്തു. തന്നെ വിശ്വസിക്കാത്തത് നിങ്ങൾ നേരത്തെ പോയി പെരുന്നാൾ കുടിക്കൂ, ഞാനിപ്പം വരുന്നില്ല. അടുത്ത വാക്യം എന്നാ? അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടുള്ള രഹസ്യമായി തന്നെ പോയി. അങ്ങനെ നമ്മുടെ പോക്കുവരത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ധ്യാനങ്ങൾ മുതലായവ എല്ലാരെയും അറിയിച്ചോ എല്ലാവരുടെ കൂടെ ചിലപ്പോൾ ഒക്കാത്ത സാഹചര്യങ്ങൾ നമുക്ക് വരാം. അതൊരു കുരിശാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ
നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്താൽ ഇതെല്ലാം അനുഭവിച്ച് യേശു നമുക്കുണ്ടെന്നുള്ള ആശ്വാസം നമുക്ക് നൽകട്ടെ. കർത്താവ് കുരിശിക്കപ്പെടാനാണ് വന്നത്. സമയത്തിന് മുമ്പേ കുരിശ് വന്നാൽ എന്ത് ചെയ്യും? പണി പൂർത്തീകരിച്ചുകൊണ്ടേ പോകാൻ. മരിക്കാൻ വന്ന യേശു വേറൊരാ കൊല്ലാൻ വന്നപ്പോൾ ഓടുക. കാര്യം എന്നാ? സമയമായിട്ടില്ല. കൊച്ചായിരുന്നപ്പോഴേ വന്നാൽ പിന്നെ പ്രസംഗം പറയാനും പോകും, കുരിശിക്കപ്പെടാനും പോകും. അതുകൊണ്ട് സമയമാകാഞ്ഞുകൊണ്ട് വേറാതിനെ പേടിച്ച മൂടി. ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവനെ മലയുടെ മുകളിൽ തള്ളിയിട്ട് കൊല്ലാൻ കൊണ്ടിരുന്നു. സമയമാകാഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെട്ടിച്ചു പോയി. ഇങ്ങനെ 3.5 കൊല്ലത്തിനിടയിൽ എല്ലാ ദിവസവും തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ തന്നെ സമീപിക്കുന്നു. പക്ഷെ ഒളിച്ചും പാത്തും ഒഴിഞ്ഞു മാറിയിട്ട് താനങ്ങ് മാറി. സമയമായപ്പോഴാണ് യൂദോസ്കറിയാത്ത കാണിച്ചു കൊടുക്കാൻ വന്നപ്പോൾ, നീ എന്തിനാ ഇങ്ങനെ ബന്ധപ്പെട്ടത്? ഞാനിവിടെ ഉണ്ടല്ലോ. തപ്പിപ്പിടിച്ച് വന്നോണ്ട് ഞാൻ തന്നെയാണ് അവൻ, ആ യേശു. നിങ്ങൾ വേറെ ആരെയും പിടിക്കേണ്ട, എന്നെ തന്നെ പിടിച്ചു. അപ്പൊ യൂദോസ്കറിയാത്തെ നാണിച്ചു. പൈസ വാങ്ങിച്ചത് വെറുതെ, ഇയാളെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. സമയമായപ്പോഴത്തേക്ക് കാണിച്ചു കൊടുത്തില്ല, തന്നെ തന്നെ വെളിപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അനേകരുടെ കണക്ക് തെറ്റിക്കുന്നതായിരുന്നു കർത്താവിന്റെ പരിപാടികൾ. അങ്ങനെ കർത്താവ് കൃത്യസമയമായപ്പോൾ താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, കുരിശിക്കപ്പെട്ടു. ആ കുരിശിൽ തന്റെ ഒഴുകിയതായ രക്തം മുഴുവൻ കുതിർന്ന ആ കുരിശ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായി മരിച്ച നൂറ്റാണ്ടുകൾക്ക് ശേഷം പോലും മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ ആ കുരിശിന് കഴിവുണ്ടായിരുന്നു. അപ്പം നമ്മുടെ രക്തത്തിന് മാത്രമല്ല, നമ്മുടെ മാംസത്തിനും നമ്മുടെ അസ്ഥികൾക്കും സൗഖ്യദായകമായ ശക്തി കൊടുക്കാൻ കഴിവുള്ളതാണ് കുരിശിന്റെ വഴി. അങ്ങനെ യേശുവിനെ അനുഗമിച്ച വിശുദ്ധന്മാരുടെ അസ്ഥികൾ ഇന്നും ദ്രവിക്കാതെ ഇരിപ്പുണ്ട് പലയിടത്തും. ആ അസ്ഥിയെ തൊടുന്നവർക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കുരിശിന്റെ മാർഗത്തിന്റെ ഗുണം നമ്മുടെ രക്തവും നമ്മുടെ ശരീരവും നമ്മുടെ അസ്ഥികളും യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസമുള്ള സ്ഥലമായി മാറിക്കഴിഞ്ഞാൽ നമ്മളെ തൊട്ടാൽ മതി മനുഷ്യർക്ക് സൗഖ്യം കിട്ടുന്ന അവസ്ഥ വരും. വിശുദ്ധന്മാരുടെ അസ്ഥികളെ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നവർ ഇന്നുമുണ്ട്. നമുക്കങ്ങനെ ചലിക്കുന്ന പള്ളികളും ചലിക്കുന്ന കുരിശുകളുമാകാൻ കഴിഞ്ഞാൽ മതി. ജീവനുള്ള ജീവിപ്പിക്കുന്ന ചലിക്കുന്ന കുരിശുകളായാൽ മതി. ആ കുരിശിന്റെ നിഴലിൽ ആ കുരിശിനെ തൊടുന്നവർക്ക് അനുഗ്രഹം കിട്ടും. അപ്പോസ്തലന്മാർ ആത്മാവിൽ നിറഞ്ഞപ്പോഴേ അവിടെ നെല്ലഴിച്ചവർക്കൊക്കെ സൗഖ്യം കിട്ടി. അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന തൂവാല, കർച്ചീഫ്, തന്റെ മുഖം തുടയ്ക്കുന്നതാണ്. തന്റെ വേർപ്പിനകത്ത് കുതിർന്നതായ ആ കർച്ചീഫിന് രോഗശാന്തി വരമുണ്ടായിരുന്നു. തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത രോഗികൾക്ക് ഇത് കൊണ്ടപ്പോൾ അങ്ങോട്ട് കൊണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ സൗഖ്യം കൊടുത്തയക്കാൻ തന്റെ വസ്ത്രങ്ങളും താൻ ഉപയോഗിച്ച സാധനങ്ങൾ ഉപകരിച്ചു എന്നാ പറയും. നമുക്ക് വായിക്കൂടെ കാര്യം? അപ്പോൾ കുരിശിനോടുള്ള നമ്മുടെ മനോഭാവം യേശുവിന്റെ മനോഭാവമാക്കാമെങ്കിൽ നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും നമ്മുടെ രക്തവും നമ്മുടെ മരണവും നമ്മുടെ മുറിവുകളും ചതവുകളും അസ്ഥികൾ വരെ യേശുവിനെ സാക്ഷിക്കുന്നതായി തീരും. അങ്ങനെ അനേകരെ നേടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ജീവിതം ജീവിപ്പിക്കുന്ന കുരിശുകളായി നമ്മൾ മാറാൻ, കുരിശിന്റെ പാതയിൽ നമുക്ക് പോകാം എന്നുള്ള വലിയ സത്യം, ഇടുക്കവും ഞെരുക്കമുള്ളതായി പാതയിൽ യേശുവിനെ വഹിച്ചുകൊണ്ട് പോകാൻ ഉള്ള ശക്തി നമുക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധ്യാനയോടെ സമാഹരിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ ഉണർവുള്ളവരായി, ബോധമുള്ളവരായി, നല്ല മനസ്സാക്ഷിയുള്ളവരായി, സത്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്നാൽ എല്ലാ സത്യവും പറയാതെ സത്യത്തിന്റെ പാതയിൽ മാത്രം സഞ്ചരിച്ചിട്ട് അങ്ങനെ യഥാസമയത്ത് യഥായോഗ്യം എല്ലാം ചെയ്ത് ഞങ്ങൾ ഒറ്റപ്പെട്ടാലും നീ ഞങ്ങളുടെ ഉണ്ടെന്നുള്ള ബോധത്തിൽ ഗെത്സമനാ തോട്ടത്തിൽ ഏകനായി താൻ കുരിശ് വഹിച്ചപ്പോൾ മാലാഖയുടെ സഹായം ഏറ്റുവാങ്ങിയതുപോലെ കുരിശും വലിച്ചുകൊണ്ട് പോയപ്പോൾ കുറേനക്കാരെ ശീമോന്റെ സഹായത്തോടെ താൻ ആ കുരിശ് യഥാസ്ഥാനത്ത് എത്തിച്ച് അതിന്മേൽ തന്നെ കുരിശിക്കപ്പെട്ട് നിവൃത്തിയായെന്ന് പറഞ്ഞു പോയതുപോലെ ഞങ്ങളുടെ കുരിശുകളുടെ അനുഭവങ്ങൾ കൃത്യവിലോപം വരുത്താതെ വേണ്ടതെല്ലാം കൃത്യസമയത്ത് ചെയ്ത് പൂർത്തിയായെന്ന് പറഞ്ഞു പോയി ഞങ്ങളുടെ രക്തവും ഞങ്ങളുടെ വസ്ത്രവും ഞങ്ങളുടെ നിഴലും ഞങ്ങൾ അവശേഷിപ്പിക്കുന്ന സകലതും ശക്തിദായകവും രക്ഷാകരവും അനുഗ്രഹകരവുമാക്കി തീർക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധന്മാരുടെ പാത ഞങ്ങൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.